ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ എൻഡോമെട്രിയോസിസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗർഭപാത്രം യൂട്രസിൽ 3 ലൈനിങ് ഉണ്ട് എന്ന് വെച്ചാൽ ആദ്യമേ എൻഡോമെട്രിയം, ഏറ്റവും അകത്തെ എൻഡോമെട്രിയം, അത് കഴിഞ്ഞിട്ട് മയോമെട്രിയം, അതിൻ്റെ വെളിയിലായിട്ട് പെരിമെട്രിയം. അപ്പോൾ ഈ എൻഡോമെട്രിയൽ ലൈനിങ് യൂട്രസിൻ്റെ വെളിയിൽ എവിടെയെങ്കിലും കാണുമ്പോഴാണ് അതിനെ എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ എൻഡോമെട്രിയോമ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേറെ സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ഓവറിയിൽ അല്ലെങ്കിൽ കുടലിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോയി ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഈ മാസമുറ മാറുമ്പോഴും ഈ എൻഡോമെട്രിയൽ ഗ്ലാൻസ് അത് വലുതാവുകയും അതിൽ കുറച്ച് ബ്ലീഡിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാസമുറ മാറുമ്പോൾ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ബ്ലീഡിങ് വരുന്ന അവിടെ എന്തെങ്കിലും വെളിയിലോട്ട് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള എനോമലീസ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ മാസക്കുളി വരുന്ന സമയത്ത് വേദന വരുന്നതിനാണ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയോസിസിൽ മാസക്കുളി വരുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ വയറുവേദന വരാം. പിന്നെ ബ്ലീഡിങ് ഉള്ള സമയത്തും വേദന കാണും. ബ്ലീഡിങ് കഴിഞ്ഞാലും ചിലവർക്ക് ചിലപ്പോൾ വേദന കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വേദന കഠിനമായിരിക്കും. അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ഗുളിക എന്തായാലും കഴിക്കേണ്ടി വരും. ചിലപ്പോൾ ഗുളികയിൽ നിന്നില്ല എന്ന് വരാം. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വരാം. പിന്നെ ഇതിനാണ് കൺജസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അടുത്ത സിംറ്റം എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കുമ്പോൾ ചിലവർക്ക് ചിലപ്പോൾ വേദന കൂടുതലായിട്ട് അനുഭവപ്പെടാം. പിന്നെ വയറ്റിൻ്റെ അടിവശത്തായിട്ട് വേദനയായിട്ട് കാണാം. പിന്നെ ഉള്ളതാണ് ബന്ധപ്പെടുമ്പോഴുള്ള വേദന. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ബ്ലീഡിങ് കൂടുതലായിട്ടും കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ മാസക്കുളി വരുന്ന സമയത്ത് കൂടുതൽ എമൗണ്ട് ഓഫ് ബ്ലീഡിങ് അല്ലെങ്കിൽ 8 ദിവസത്തിനെക്കാട്ടിയും കൂടുതലായിട്ട് വരിക. അപ്പോൾ ഇതെല്ലാം കൊണ്ട് എനീമിയ അങ്ങനെയൊക്കെ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ സിംറ്റംസ് ഈ ഡിസ്മെനോറിയ നമ്മൾ ഗുളിക കഴിച്ചിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുക. അപ്പോൾ അവർ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഓവറിയിൽ എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ അത് സിസ്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ചികിത്സാ രീതിയിലേക്ക് നമുക്ക് നോക്കാം. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ അത് യൂഷ്വലി മാസക്കുളി വന്ന ശേഷം ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. ഇപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് 15 തൊട്ട് 49 വയസ്സ് വരെ കാണാവുന്നതാണ്. അപ്പോൾ ചികിത്സാ രീതികളും ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറാറുണ്ട്. ഇപ്പോൾ സിംറ്റംസ് വേദനയാണ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദന സംഹാരി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതിൽ കുറയുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഈ ഹോർമോണൽ പിൽസ് എന്ന് വെച്ചാൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അത് ഉപയോഗിക്കാവുന്നതാണ്. അതപ്പോൾ ഡോക്ടർ കണ്ട് എന്താണ് ആവശ്യം അതുപോലെയാണ് തരുന്നത്. പിന്നെ അതിൽ ഈ ഹോർമോൺ പിൽസ് എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പൈൻഡ് പിൽസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചെക്റ്റബിൾസ് ഉണ്ട്, പ്രൊജസ്ട്രോൺ ഇഞ്ചെക്റ്റബിൾസ്. പിന്നെ നമുക്ക് യൂട്രസിൻ്റെ അകത്തിടാവുന്ന പ്രൊജസ്ട്രോൺ റിലീസിങ് IUCD ഉണ്ട്. അപ്പോൾ ഇത് ഒക്കെയാണ് ചികിത്സാ രീതികൾ. പിന്നെ എൻഡോമെട്രിയോസിസിന് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വരും. വന്ധ്യതയ്ക്കുള്ള ഡോക്ടർമാരെ എന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കാണിച്ച് അത് പരിഹരിക്കേണ്ടതാണ്. അപ്പോൾ എൻഡോമെട്രിയോസിസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ അകത്തുള്ള എൻഡോമെട്രിയം വെളിയിൽ കാണുന്നതിനാണ്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡിസ്മെനോറിയ എന്ന് വെച്ചാൽ മാസമുറ വരുന്ന സമയത്ത് നല്ല വേദനയായിരിക്കും.
അപ്പോൾ അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഇന്ന് സംസാരിച്ചത്. നന്ദി, നമസ്കാരം.